കേരള ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ളതാണ് മൈസൂർ ആക്രമണങ്ങൾ. അതിൻ്റെ പ്രമുഖമായ സ്മാരകമാണ് പാലക്കാട് കോട്ട. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേയുടെ സംരക്ഷണത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണിത്. പ്രഭാത സായാഹ്ന സവാരികൾ, വ്യായാമം എന്നിവയ്ക്കായി എത്തുന്നവരുടെ തിരക്കാണിവിടെ. അവർക്കായി പ്രത്യേക നടപ്പാത തന്നെയുണ്ട്. അതിൻ്റെ ഇരുവശങ്ങളിലായി ഒരു പുൽമൈതാനവും ഒരുക്കിയിരിക്കുന്നു. സബ് ജയിൽ, പാലക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസ്, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസ് എന്നിവയും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. നിലവിൽ ഇവിടെയുള്ള സബ് ജയിൽ പാലക്കാട് മലമ്പുഴ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് പുറമെ പ്രസിദ്ധമായൊരു ആഞ്ജനേയ ക്ഷേത്രവുമുണ്ട് ഇവിടെ. സർക്കാർ ഓഫീസുകൾ മാറ്റി കോട്ടയിൽ ഒരു ചരിത്ര മ്യൂസിയം സ്ഥാപിക്കാൻ ആലോചന നടക്കുന്നു. ഹൈന്ദവ ഇസ്ലാമിക വാസ്തുവിദ്യയും യൂറോപ്യൻ സാങ്കേതികതയും സമന്വയിപ്പിക്കുന്നതാണ് ഈ ചരിത്ര സ്മാരകം. വാസ്തുവിദ്യ മാത്രമല്ല, യുദ്ധതന്ത്രങ്ങളുടെ കഥകളും നമുക്കിവിടെ വായിച്ചെടുക്കാനാകും. ഫ്രഞ്ചുകാരനായ ഒരു എഞ്ചിനീയറായിരുന്നു അതിൻ്റെ ശില്പി. തുപ്പാക്കിധാരികളായ ബഡജനത്തിന് ഒളിച്ചു നിൽക്കാനും പീരങ്കി ഘടിപ്പിക്കാനും സൗകര്യമുള്ള വിധമാണ് കോട്ട നിർമ്മിച്ചതെന്ന് ചിത്രകാരനായ VVK വാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട്ടു കോട്ടയുടെ അനന്യത വേനലിൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്ന കരിങ്കൽ കെട്ടുകളോടുകൂടിയ ഒരു കിടങ്ങാണ്. എത്ര സമർത്ഥനായ അശ്വസൈനികനും ചാടിക്കടക്കാനാവാത്ത വണ്ണം വീതിയുള്ളതാണ് ഈ കിടങ്ങ് എന്ന് പ്രദേശവാസിയായ മുഹമ്മദ് ഹാജി പറയുകയുണ്ടായി. മാത്രമല്ല, തികഞ്ഞ മതവിശ്വാസിയായിരുന്ന സുൽത്താൻ തൻ്റെ മാതാവിൻ്റെ മരണസമയത്ത് മയ്യത്ത് നിസ്കരിക്കുന്നതിന് വേണ്ടി ആളുകളെ വന്ന സമയത്ത് അവരോട് ആരാഞ്ഞിരുന്നു, നിങ്ങളിൽ ആരാണ് സുബഹി നിസ്കാരം ഖളാ ആവാതെ നിസ്കരിച്ചവരെന്ന്. അവരെ മാത്രമാണ് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി അനുമതി നൽകിയത് എന്നുള്ളൊരു ചരിത്രവും പ്രദേശത്തുകാരനായ ഹാജി നമുക്ക് പങ്കുവെക്കുകയുണ്ടായി. ഇവിടെ ഈ തടാകത്തിൽ നമുക്ക് ധാരാളം ആമകളെയും മത്സ്യങ്ങളെയും കാണാൻ സാധിക്കും. കോട്ടയുടെ മുൻവശത്തായി എൻട്രൻസിൽ നമ്മൾ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. തികച്ചും ഒരു ഇസ്ലാം മതവിശ്വാസിയായിരുന്ന ടിപ്പു സുൽത്താൻ്റെ അംഗരക്ഷകരിൽ മിക്കവാറും പേരും ഇതര മതസ്ഥരായ ആളുകളായിരുന്നു. അവർക്ക് ആരാധിക്കുന്നതിന് വേണ്ടി ഒരു ക്ഷേത്രം കോട്ടക്കകത്ത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു.